അമ്മാളു അമ്മാളു, നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു. എന്താണെന്നറിയുവാൻ വേണ്ടി അവൾ അവനെ ഒന്ന് നോക്കി. നിന്റെ ഈ കടിച്ചാൽ പൊട്ടാത്ത പ്രായം, ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അപ്പനും അമ്മയും പിടിച്ച് മകളെ കെട്ടിച്ചു വിട്ടതിൻ്റെ ദോഷവാടി ഇതൊക്കെ. നീ ഇപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാ. അതാണ് ഇതുപോലെ ഓരോരോ ഡയലോഗ് അടിക്കുന്നത്. ഇമാതിരി കൂതറ വാചകം അടിച്ച് നടക്കാതെ 4 അക്ഷരം പഠിക്കമ്മാളൂ. എന്തെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ ജീവിക്കാൻ നോക്കണം. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയുള്ളവരാണ്. നിനക്കറിയാവുന്നതല്ലേ? ഒന്നുമില്ലെങ്കിലും നീ ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നേ? ഈ ജാതകദോഷവും കല്യാണവുമൊക്കെ ഒരു വശത്ത് നിൽക്കും. അതിനേക്കാളൊക്കെ ഉപരി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയാണ്. സ്വന്തം കാലിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ അവൾക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവൂ. തന്നെ നോക്കി ഗൗരവത്തിൽ പറയുന്നവനെ അമ്മാളു തുറച്ചു നോക്കി. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുമേട്ടാ. പഠിക്കണം, ജോലി മേടിക്കണം, ഇങ്ങനൊക്കെയായിരുന്നു എൻ്റെയും ആഗ്രഹം. ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ ചെയ്ത അവിവേകത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഏട്ടൻ്റെ ഒപ്പം പോലും ഇരിക്കുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഭർത്താവിന് സ്വന്തം ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഒക്കെ വേണം. അതൊന്നുമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നേ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നും കൂടുതൽ വിശദീകരിച്ച് ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. എന്നെ സ്നേഹിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ എന്നൊന്നും പറയുന്നുമില്ല. പതറാതെ തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി പറയുന്നോളെ വിഷ്ണു അല്പനിമിഷം നോക്കി നിന്നു. പോകാം, അമ്മാളു ചോദിച്ചതും അവൻ മെല്ലെ തലകുലുക്കി. എന്നിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. പിന്നീടുള്ള യാത്രയിലുടനീളം അമ്മാളു പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. വിഷ്ണു ഇടയ്ക്കെല്ലാം നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മാളു അതൊന്നും അറിയുന്നു പോലുമില്ല. ഇടയ്ക്ക് 1-2 തവണ ഷീലാമ്മ വിഷ്ണുവിനെ വിളിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് അവൻ അവരെ അറിയിക്കുകയും ചെയ്തു. ഒരു ബേക്കറിയിൽ വണ്ടി നിർത്തിയ ശേഷം വിഷ്ണു ഇറങ്ങിച്ചെന്ന് കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചു. അമ്മ പറഞ്ഞതിൻ പ്രകാരമായിരുന്നു. ഒപ്പം ഒരു ഡയറി മിൽക്ക് കൂടി വാങ്ങി. തിരികെ എത്തിയ ശേഷം അവൻ അതെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. എനിക്കിതൊന്നും അത്രയ്ക്കിഷ്ടമില്ലെന്നേ. അങ്ങനെ കഴിക്കാറുമില്ല. പിന്നെ ഏട്ടൻ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ വെറുതെ ഒരു കുശുമ്പ് കാണിച്ചതാ. ഇനി ഇതൊന്നും മേടിച്ചു തരണ്ട കേട്ടോ. തൻ്റെ ബാഗിലേക്ക് തിരികെ വെച്ച ശേഷം അമ്മാളു അവനെ നോക്കി പറഞ്ഞു. നിനക്ക് പിന്നെ എന്താ ഇഷ്ടം? അത് മേടിക്കാം. ആദ്യമായിട്ടായിരുന്നു വിഷ്ണുവിൻ്റെ നാവിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം അമ്മാളുവിൻ്റെ നേർക്ക് വന്നത്. ഒരു നിമിഷം അവൾ മൗനം പൂണ്ടിരുന്നു. നിനക്ക് ഏത് ചോക്ലേറ്റാ വേണ്ടേ? അതോ ഐസ്ക്രീമോ? വിഷ്ണു വീണ്ടും ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തന്നെയില്ല. എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് അതെന്തായാലും കഴിക്കും. അല്ലാണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങി ഞാനൊന്നും കഴിക്കാറില്ല. എനിക്കതൊന്നും വലിയ താല്പര്യവുമില്ലെന്നേ. അവൾ പറഞ്ഞതും പിന്നീട് വിഷ്ണു ഒന്നും ചോദിക്കാനും മുതിർന്നില്ല. ഒരു വലിയ ഇരുനില മാളികയുടെ മുന്നിൽ വന്ന് വിഷ്ണുവിൻ്റെ കാറ് നിന്നു. ഇതാണ് ഷീലാമ്മയുടെ വീട്. അവൻ പറഞ്ഞതും അമ്മാളു തല കുലുക്കി. ആഡംബരം വിളിച്ചോതുന്ന ഒരു സൗധമായിരുന്നത്. അല്പമെന്നല്ല നന്നായി മടിച്ചാണ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങിയത്. ഷീലാമ്മ ഒപ്പം ജാനകി അപ്പച്ചിയും 2 ആളും കൂടി ഉമ്മറത്തേക്ക് വന്നതും അമ്മാളുവിനെ വിറച്ചു. ഇനി എന്തൊക്കെ കുത്തുവാക്കുകൾ കേൾക്കണം. ഈ കൊച്ചിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുഖം കുനിച്ച് നടക്കരുതെന്ന്. എന്താ കുട്ടി അനുസരിക്കാത്തെ? ജാനകി അപ്പച്ചി ശബ്ദമുയർത്തിയതും അമ്മാളു മുഖമുയർത്തി. വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുവരും മാറി മാറി മുത്തം കൊടുക്കുന്നുണ്ട്. ജാനകി അപ്പച്ചി എപ്പോൾ വന്നു? ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ലല്ലോ. വിഷ്ണു അവരെ നോക്കി ചോദിച്ചു. കുറച്ചു മുന്നേ എത്തിയേ. ഷീല പറഞ്ഞിരുന്നു ഇന്നിവിടെ നിങ്ങൾ 2 ആളും വരുന്ന കാര്യം. കാലത്തെ ഉണർന്നപ്പോൾ തോന്നി. എന്നാ പിന്നെ ഇവിടെ വന്ന് മോനെ ഒന്ന് കാണണമെന്ന്. അതീവ വാത്സല്യം വാരി വിതറിയായിരുന്നു അപ്പച്ചിമാരുടെ സംസാരം.
വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുകയാണ് എല്ലാവരും ചേർന്ന്. താൻ എന്നൊരാൾ അവിടെ ഉണ്ടെന്നുള്ള തോന്നൽ പോലും ആർക്കുമില്ലെന്ന് അമ്മാളുവിന് തോന്നി. വിഷ്ണുവിൻ്റെ അരികിലായി സെറ്റിയിൽ അമർന്നിരിക്കുകയാണ് അമ്മാളു. രണ്ടാൾക്കും കുടിക്കുവാനുള്ള ഇളനീരുമായിട്ട് അകത്തുനിന്നും ഒരു ചേച്ചി ഇറങ്ങി വന്നു. സെർവൻ്റാണെന്ന് അമ്മാളുവിന് മനസ്സിലായി. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അമ്മാളു ഇളനീര് കയ്യിലെടുത്തു. വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നതിനാൽ ഒറ്റ വലിക്ക് തന്നെ അവൾ കുടിച്ചു തീർക്കുകയും ചെയ്തു. ഷീലാമ്മയുടെ ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ട് സെറ്റിയിലിരിക്കുകയാണ് വിഷ്ണു. ജാനകിയമ്മയുടെ അടിമുടിയുള്ള നോട്ടം പലതവണ അവളെ തേടിയെത്തി. പലപ്പോഴും താൻ ചൂളിപ്പോകുകയാണെന്ന് അവൾക്ക് തോന്നി. ലേശം തടി വെച്ചെന്ന് തോന്നുന്നു, അല്ലേ ഷീലേ? ഇടയ്ക്കൊരു തവണ ജാനകിയപ്പച്ചി അമ്മാളുവിനെ നോക്കി പറഞ്ഞു. ലേശമൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. വിവാഹത്തിന് കണ്ട പോലെയൊന്നും അല്ലല്ലോ, ഒന്ന് മിനിങ്ങിയിട്ടൊക്കെ ഉണ്ട്. അത് കേട്ട് ഷീല മറുപടി പറഞ്ഞത് തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് വിഷ്ണുവും കേട്ടു. എന്തായാലും ജാതകദോഷം കൊണ്ട് ഗുണമായത് ഇയാൾക്കാ. ചുളുവിലല്ലേ നല്ല ഒന്നാന്തരം ഒരു പയ്യനെ കിട്ടിയത്, ഒപ്പം ഇട്ടു മൂടാനുള്ള സ്വത്തും. ജാനകി പുച്ഛിച്ച് ചിരിച്ചത് കണ്ടില്ലെന്ന് നടിച്ച് അമ്മാളും അനങ്ങാതിരുന്നു. നിന്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ ഉള്ളതാണോ കൊച്ചേ? അതോ പ്രഭയും നിന്റെ വീട്ടുകാരും കൂടി ഇറക്കിയ നാടകം വല്ലതുമാണോ? എടുത്തടിച്ചതുപോലെ ജാനകി ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ കൊണ്ട് അമ്മാളു തല കുനിച്ചിരുന്നു. ഇന്നത്തെ കാലത്തെ ഇതൊക്കെ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാ. പിന്നെ ഇത്രയും വലിയൊരു ജാതകദോഷം ഗുണമായി വന്നത് ഇവിടെ യോഗം. ഇല്ലെങ്കിൽ നമ്മുടെ രവിയേട്ടൻ്റെ മകളില്ലേ വേണി, ഇന്നിവിടെ വിഷ്ണുവിൻ്റെ ഒപ്പം വന്നേനെ, അല്ലേ ചേച്ചി? ആ കൊച്ചിനാണെങ്കിൽ നല്ല വിഷമം കാണും. ജാനകിയപ്പച്ചിയെ നോക്കി ഷീലാമ്മ പറഞ്ഞപ്പോൾ അമ്മാളുവിൻ്റെ ഉള്ളം തേങ്ങി. പോകാൻ ലേശം ധൃതിയുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. ഒരു വേള അമ്മാളുവിൻ്റെ മിഴികളുമായി അവൻ്റെ മിഴികൾ കോർത്തു. നിസ്സഹായായി തന്നെ നോക്കുന്ന അമ്മാളുവിനെ കണ്ടതും അവൻ്റെ നെഞ്ചിൽ ഒരു വിങ്ങലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അമ്മാളുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്നിട്ട് ഊണ് കഴിക്കുവാനായി ഡൈനിങ് റൂമിലേക്ക് പോയി. വിവരമില്ലാത്ത വർഗവ, നീ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ മതി. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. വിഷ്ണു അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡൈനിങ് റൂമിൽ ചെന്നപ്പോൾ നോൺ വെജ് വിഭവങ്ങൾ മാത്രമായിരുന്നു മേശമേൽ നിരുന്നത്. അത് കണ്ടതും അമ്മാളുവിന് ഓക്കാനിക്കാൻ തോന്നി. വെജിറ്റേറിയൻ കറികളായിട്ട് കുറച്ച് പുളിശ്ശേരിയും കാബേജ് തോരനുമായിരുന്നു. അത് രണ്ടും കൂട്ടി അമ്മാളു കുറച്ച് ചോറ് കഴിച്ചു തീർത്തു. എന്നിട്ട് വേഗം എഴുന്നേറ്റ് കൈ കഴുകി വീണ്ടും പഴയപടി സെറ്റിയിൽ പോയിരുന്നു. പുതിയ കോളേജൊക്കെ എങ്ങനെയുണ്ട്? മോൾക്കിഷ്ടമായോ? ഷീലാമ്മയുടെ ഭർത്താവ് അവളുടെ അരികിലേക്ക് വന്നു. അങ്കിൾ, കുഴപ്പമില്ല. ഇനി 1 വർഷം കൂടി ഉണ്ടോ ക്ലാസ് തീരാൻ? അതെ അങ്കിൾ, എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും 1 വർഷം എന്തായാലും എടുക്കും. മോളുടെ വീട്ടിലൊക്കെ പോയിരുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അങ്കിൾ. അവൾ പുഞ്ചിരിച്ചു. ഈ വീട്ടിൽ കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുള്ളത് ഷീലാമ്മയുടെ ഭർത്താവിനാണെന്ന് അമ്മാള് ഓർത്തു. അയാളോട് സംസാരിച്ചപ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയത്. അപ്പച്ചിമാരുടെ കഥകൾ തീരുന്നേയില്ല. വിഷ്ണുവിനോട് പിന്നെയും പിന്നെയും പഴങ്കഥകളുടെ കെട്ടു തുറക്കുകയാണവർ. അമ്മാളു എഴുന്നേറ്റ് പോയതിനു ശേഷം 10 മിനിറ്റ് കൂടി എടുത്തു വിഷ്ണു കഴിച്ചെഴുന്നേറ്റ് വരുവാൻ. എല്ലാവരും കൂടി സ്വീകരണമുറിയിലേക്ക് വന്നപ്പോഴായിരുന്നു വിഷ്ണുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. പോക്കറ്റിൽ നിന്നും അതെടുത്തു നോക്കിയതും രവിയങ്കിളായിരുന്നു. ഹലോ രവിയങ്കിൾ. ആ മോനെ, നീ എവിടാ? ഞാനിവിടെ ഷീലാമ്മയുടെ വീട്ടിലാണ്, എറണാകുളത്ത്. അതെ അതെ, ഷീലാമ്മ ഇന്ന് ഞങ്ങൾക്ക് വിരുന്ന് വെച്ചതായിരുന്നു. ഇറങ്ങാൻ തുടങ്ങുക. അങ്കിൾ വെറുതെ വിളിച്ചതാണോ? അതെയോ, എന്നാൽ പിന്നെ അങ്കിൾ വെറുതെ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വരണ്ട. ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുക. ഒരു 10 മിനിറ്റ്. ശരി അങ്കിൾ, ആ ലൊക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. പുതിയ വീട്ടിൽ ഞങ്ങൾ വന്നിട്ടില്ലല്ലോ. കുറച്ച് സമയം രവിയോട് സംസാരിച്ച ശേഷം വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. ആരാടാ മോനെ?
നമ്മുടെ കളരിക്കലെ രവിശങ്കറാണോ അത്? ജാനകിയമ്മ ചോദിച്ചതും വിഷ്ണു തലയാട്ടിക്കൊണ്ട് ഫോൺ പോക്കറ്റിലേക്കിട്ടു. വേണിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അവൾ പ്രാക്ടീസ് ചെയ്യാനായി കരയുന്നത് നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിലാണ്. ഞാൻ കാലത്തെ കോളേജിലേക്ക് പോകുന്നതേ മെട്രോയുടെ മുന്നിലൂടെയാ. കഴിഞ്ഞ ദിവസം അങ്കിളും ഫാമിലിയും നമ്മുടെ വീട്ടിലെത്തിയിരുന്നു. വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലല്ലോ. ആ സമയത്ത് അവർ ന്യൂസിലൻഡിലായിരുന്നു. അതുകൊണ്ട് നാട്ടിലെത്തിയ ശേഷം വന്നതാ. അതെയോ? എന്നിട്ട് പ്രഭ ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. അമ്മ മറന്നുപോയതായിരിക്കും. അങ്കിളൊക്കെ വീട്ടിൽ വന്ന ശേഷമാണ് അറിയുന്നത് എനിക്ക് കോളേജിലേക്ക് ജോലി കിട്ടിയ വിവരം. വേണി അവിടെ ഒരു ഹോസ്റ്റലിൽ PG ചെയ്യാനായി നിൽക്കുവാണ്. ഞാൻ എല്ലാ ദിവസവും പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെയാണെന്നറിഞ്ഞതും എന്നാൽ പിന്നെ വേണിയോട് നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു. അത് നല്ല കാര്യമാ മോനെ. നമ്മുടെ വീടുള്ളപ്പോൾ ആ കുട്ടി എന്തിനാ വെറുതെ ഹോസ്റ്റലിൽ നിൽക്കുന്നേ? പെട്ടെന്ന് ജാനകിയമ്മ പറഞ്ഞു. അവൾക്ക് നാളെ മുതൽ ജോയിൻ ചെയ്യണമെന്ന്. അത് പറയാനായിട്ട് അങ്കിൾ വെറുതെ വിളിച്ചതാ. അച്ഛനെ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന്. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞു. കയറിയിട്ട് മോനെ, ഒപ്പം വേണിമോളെയും കൂട്ടിക്കൊണ്ടു പോകാമല്ലോ. ഷീലാമ്മ പറഞ്ഞതും വിഷ്ണു തല കുലുക്കി. വേണി നല്ലൊരു കുട്ടിയാ. എനിക്ക് ആദ്യമായി തന്നെ അവളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും അവളോട് ഭയങ്കര താല്പര്യം വന്നേ. മകളെ കെട്ടിക്കുവാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെ ഒപ്പം മാത്രമെന്ന് പറഞ്ഞ് രവി നടന്നതാ. എന്ത് ചെയ്യാനാ, ഓരോരോ വിധിയേ. ജാനകിയമ്മ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അമ്മാളുവിനെ പാളി നോക്കി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അമ്മാളു അങ്ങനെ തന്നെയിരുന്നു. എന്നാൽ പിന്നെ നേരം കളയാതെ നമുക്കിറങ്ങാം. ഉത്സവത്തിനെല്ലാവരും വരില്ലേ? ഇരിപ്പിടത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് വിഷ്ണു അപ്പച്ചിമാരെ നോക്കി. വരാം മോനെ, വർഷത്തിലൊന്നല്ലേ എല്ലാവരും ഒത്തുകൂടുന്നത്. ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്. രവിയുടെ വീട്ടിലേക്ക് കൂടി കയറണമെന്നും പറഞ്ഞ് വിഷ്ണു പെട്ടെന്ന് തന്നെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. അവനെ കെട്ടിപ്പിടിച്ച് വീണ്ടും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് ഇരുവരും മടക്കി അയച്ചത്. ജാതകദോഷത്തിൻ്റെ കാര്യം പറഞ്ഞ് അമ്മാളുവിനെ അവരൊരുപാട് കുത്തി നോവിച്ചു. വിഷ്ണുവിന് അത് നല്ലോണം മനസ്സിലായി. എല്ലാം കേട്ടുകൊണ്ട് അവൻ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു. അമ്മാളു ഗേറ്റ് കടന്നിറങ്ങിയതും വിഷ്ണു അവളെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അവൾ മുഖം തിരിച്ച് വിഷ്ണുവിനെ നോക്കി. അവരൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ആളുകളാ. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. അതാ രീതിയിൽ കണ്ടാൽ മതി. പഴയ ആളുകളായതുകൊണ്ട് അവർക്ക് ഈ ജാതകവും ഗ്രഹനിലയും ഒക്കെ വലിയ വിശ്വാസമാണ്. തിരിച്ചു മറുപടിയൊന്നും പറയാതെ ഒരുതരം നിസ്സംഗഭാവത്തിൽ അമ്മാളും ഇരുന്നു. തനിക്ക് വിഷമമായോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. പിന്നെന്താ മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനായേട്ടാ? സത്യം പറഞ്ഞാൽ അപ്പച്ചിമാരൊക്കെ പറയുന്നതിൽ എന്താ തെറ്റ്? ഈ ജാതകദോഷം വില്ലനായി എത്തിയതുകൊണ്ടല്ലേ മേലെടുത്ത തറവാട്ടിലെ മരുമകളായിട്ട് ഞാൻ അവിടെ എത്തിയേ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോലോത്ത് കണ്ടേനെ. അത് പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിനെ നോക്കി മന്ദഹസിച്ചു. എൻ്റെ വീട്ടുകാരും ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ? അല്ലായിരുന്നെങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടം പോലെ വേണിയെ കൂടെ കൂട്ടായിരുന്നു അല്ലേ? എൻ്റെ ഇഷ്ടം പോലെന്ന് നിന്നോടാരാ പറഞ്ഞേ? പെട്ടെന്ന് വിഷ്ണു അവളെ നോക്കി. വിഷ്ണുവേട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് സൂചിപ്പിച്ചല്ലോ. അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണോ നീ ഇപ്പോഴും? അങ്ങനൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് അമ്മാള് കൂടുതലായി ഒന്നും വിഷ്ണുവിനോട് സംസാരിക്കാനേ പോയില്ല. രവിയങ്കളിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മാളു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ചു. അത്രമാത്രം വലിയൊരു ബംഗ്ലാവ്. അതിൻ്റെ കോമ്പൗണ്ടിലൂടെ 10 മിനിറ്റ് വണ്ടി ഓടിച്ച ശേഷമാണ് കാർ പാർക്കിങ്ങിലെത്തിയത്. ഏതോ വലിയൊരു കൺവെൻഷൻ സെൻറ്റർ പോലെയാണ് അവൾക്ക് തോന്നിയത്. 2 സെക്യൂരിറ്റി വന്ന് ഭവ്യതയോട് കൂടി ഇടത്തും വലത്തും നിന്നു. ഇരുവർക്കും ഡോറ് തുറന്നു കൊടുത്തു. വിഷ്ണുവിനെ കണ്ടതും അങ്കിളും ആൻറ്റിയും ഓടി വന്നു. മോനെ, കയറി വന്നേ, ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നേ? വിഷ്ണുവിൻ്റെ വലത് കരം ഗ്രഹിച്ചുകൊണ്ട് രവിയങ്കൾ ചോദിച്ചു. അതെ അങ്കിൾ, കാക്കനാട്ടുള്ള വീട്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇതാദ്യമാണ് പറഞ്ഞുകൊണ്ട് അവൻ സ്വീകരണ മുറിയിലേക്ക് കയറി.
പെട്ടെന്നാണ് അമ്മാളുവിൻ്റെ കാര്യം ഓർത്തത്. മടിച്ചു മടിച്ച് പാവം പിന്നാലെ വരുന്നുണ്ട്. രവിയങ്കളും ആൻറ്റിയുമൊക്കെ വിഷ്ണുവിനെ സ്വീകരിച്ച് കയറ്റിക്കൊണ്ടു വന്നതല്ലാതെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അമ്മാളു, വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി. വാടോ, അകത്തിരിക്കാം. അവൻ വന്ന് അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. തുടരും.